നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ബാലസംഘം സ്ഥാപക ദിനം ആചരിച്ചു. മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്രയും കാർണിവലുകളും സംഘടിപ്പിച്ചു. പാർലം മേഖലാ കമ്മിറ്റിയുടെ സ്ഥാപക ദിനാചരണം മേഖലാ കമ്മിറ്റി അംഗം ആഭ വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തീരിയിൽ കൗമാരക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപം ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകർ വലയുന്നു. വാർത്തകൾ വിശദമായി. ബാലസംഘം സ്ഥാപക ദിനം ആചരിച്ചു. മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്രയും കാർണിവലുകളും സംഘടിപ്പിച്ചു. പാർലം മേഖലാ കമ്മിറ്റിയുടെ സ്ഥാപക ദിനാചരണം മേഖലാ കമ്മിറ്റി അംഗം ആഭ വിനയൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജിദ അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗം തേജ്വൽ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി TR മീര, CPM ലോക്കൽ സെക്രട്ടറി TG വിനയൻ എന്നിവർ സംസാരിച്ചു. കാർണിവലിനോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. കുതി മദളടിയടിയടി ടാണി ദിശയിലും കുതി മദളടിയടിയടി ടാണി ദിശയിൽ പുറമിൽ തബ് തബ് ഡമഡമടുണ്ടു ടിറ്റട്ടുട്ടിട്ടാടക്കുട്ടാണി ചുവടുകൾ വിളഞ്ഞു വാഞ്ചിറപ്പ് താരമായടി നിന്റെ കണ്ണിലെന്റെ കണ്ണിലും നിലാവെളിച്ചമൊന്നുപോലെ തുള്ളി വീണടി കണ്ണുനീർ തുടച്ചിടാമൊരാൾ കരം പിടിച്ചു നമ്മളെ നടത്തിടുന്നടി നല്ലതൊന്നും എന്റെ കൺമണി മണ്ണിൽ നിന്നും അങ്ങനങ്ങുമായുകില്ലടി. ചെറുവത്തീരിയിൽ കൗമാരക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആയ ലൈഫിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ വേണമെന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ സക്സസ് ആയിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് നമുക്ക് IQ വേണമെന്ന് പറയും. IQ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയും. അതായത് ബുദ്ധിയുടെ ലെവൽ അളക്കുന്നതാണ് എന്ത് IQ എന്ന് പറയുന്നത്. IQ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അല്ല അല്ലേ, വ്യത്യാസം ഉണ്ടായിരിക്കും. എങ്ങനെ നമ്മുടെ IQ ഇമ്പ്രൂവ് ചെയ്യാം? നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റണം അല്ലേ. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കണം. നമുക്കറിയാം നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണാം അല്ലേ. കുട്ടികളുടേതായ പ്രശ്നങ്ങൾ, മുതിർന്നവരുടേതായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ കൃത്യമായിട്ട് ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചിരിക്കണം. അതുപോലെ നമുക്ക് ഒരുപാട് മാഗസീൻസുകൾ ഉണ്ട് അല്ലേ, അറിവ് നൽകുന്ന ഒരുപാട് മാഗസീൻസുകൾ, ബുക്കുകളൊക്കെ നമ്മൾ വായിക്കണം. വടങ്കം രമണി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ എല്ലാവർക്കും. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രായം നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു തരാത്ത കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ സംശയങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഇല്ലേ. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് നമ്മുടെ സമൂഹത്തിൽ. അറിയാലോ നിങ്ങൾക്ക്, പത്രത്തിൽ കൂടെയും TV കൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 5 വയസ്സായ കുട്ടികളെ പോലും വെറുതെ വിടാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മളെ ആക്രമിക്കാൻ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള മാഡം ഉണ്ട്. അതുപോലെ ഈ അക്രമങ്ങൾ പെരുകുന്ന സമയത്ത് അപ്പം എങ്ങനെ നമുക്ക് അവർ ചെറുത്ത് നിൽക്കാം? നമ്മളിപ്പോൾ ഒരാളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക?
നമ്മൾ മിണ്ടാണ്ട് നിൽക്കൂലേ? അത് പോരാ, പ്രതികരിക്കണം നമ്മൾ. നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ തന്നെയാണ് അവർ പിന്നോട്ട് പോവുള്ളൂ. അപ്പം നമ്മൾ മിണ്ടാതിരുന്ന കാര്യമില്ലാന്ന്. അപ്പം അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് നമുക്ക് അറിയാനുണ്ട്. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഇല്ലേ? ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് തോമസ്, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. സൈക്കോളജിക്കൽ കൗൺസിലർ വിജയസുധ, പ്രൊജക്ട് കൗൺസിലർ രേഷ്മ ജെയിംസ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അംബുജാക്ഷി എന്നിവർ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകി. 80 കുട്ടികൾ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപം ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകർ വലയുന്നു. ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും തട്ടിപ്പ് നടത്തിയവർ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുമ്പോഴും തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകർ ആ പണം തിരികെ ലഭിക്കുന്നതിനായി അപേക്ഷകളും നിവേദനങ്ങളും സാക്ഷ്യപ്പെടുത്തിയ കത്തുകളും ബില്ലുകളുമായി ഇപ്പോഴും ബാങ്കിൽ കയറി ഇറങ്ങുന്നത് തുടരുകയാണ്. മാടായിക്കോണം സ്വദേശി നെടുപുറത്ത് വീട്ടിൽ 65 വയസ്സുള്ള ഗോപിനാഥൻ തന്റെ ജീവിതകാലം മുഴുവൻ പ്രവാസലോകത്ത് കഷ്ടപ്പെട്ട് സ്വരൂപിച്ച 32 ലക്ഷത്തോളം രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത്. 2015 നടന്ന ഒരു അപകടത്തിൽ തുടയെല്ല് പൊട്ടി അതീവ ഗുരുതരാവസ്ഥയിലായ ഗോപിനാഥിന്റെ ജീവിതം പിന്നീട് ദുരിതത്തിലാവുകയായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കാലിൽ പഴുപ്പുകൂടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിയന്തരമായി 2 ഓപ്പറേഷനുകൾ നടത്തിയെങ്കിലും വലിയൊരു ഓപ്പറേഷൻ കൂടി നടത്തിയെങ്കിൽ മാത്രമേ ഗോപിനാഥന് കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ സാധിക്കൂ. ഇതിനായി വലിയ തുകയുടെ ആവശ്യവുമുണ്ട്. എന്നാൽ പലതവണ ബാങ്കിൽ അപേക്ഷ നൽകിയിട്ട് 3 തവണയായി 50,000 രൂപ വീതം 1.5 ലക്ഷത്തോളം രൂപ മാത്രമാണ് ഇവർക്ക് ലഭിച്ചതെന്ന് ഭാര്യ പ്രഭ പറയുന്നു. എൻ്റെ ഹസ്ബൻഡ് ഗോപിനാഥ് സുഖമില്ലാതെ കിടക്കുകയാണ്. 2015 ആൾക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് സക്സസ് ആയില്ലപ്പോൾ അതിൽ കൂടെ പഴുപ്പ് കയറി ബോൺ മുഴുവൻ പഴുത്ത് മജ്ജൊക്കെ പോയി. ഇപ്പം വീണ്ടും ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ആള്. അപ്പോൾ ആള് DC ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അവിടെ 2 ഓപ്പറേഷൻ ചെയ്തു. ആ 2 ഓപ്പറേഷൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ മജ്ജ പോയോടത്തൊക്കെ വേറെ സ്ഥലത്ത് നിന്ന് മജ്ജ എടുത്ത് വെച്ച് വീണ്ടും സ്റ്റീലിട്ട് വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്താലാണ് ആൾക്ക് നടക്കാൻ പറ്റില്ല. അതൊരു മേജർ ഓപ്പറേഷനാണ്. അതുവരെ ആൾ ഇപ്പോൾ ടോയ്ലറ്റിൽ പോണതും എല്ലാം കിടന്ന കിടപ്പിൽ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ 31,30,000 രൂപ ഇവിടെ കിടക്കുന്നുണ്ട്. 32,000 അതിന് 2 പ്രാവശ്യം 50 തന്നു. ഇനി 31,30,000 രൂപ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പം 5ാമത്തെ അപേക്ഷയാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. തീരെ നിവർത്തില്ലാണ്ടാണ്. ആരോടും വഴക്കൂടാനോ അല്ലാണ്ട് ഒരു പാർട്ടിക്ക് വിപരീതമായിട്ടും ചെയ്യുന്നതല്ല. ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ ആളുടെ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ. ചാടൂർ ഗ്രാമീണ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാടകോത്സവത്തിൽ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPSCയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമ്മേളനവും നടന്നു. മുൻ ദൂരദർശൻ ഡയറക്ടറും ഇപ്റ്റ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബൈജു ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനപ്പെട്ട കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ നാടകം. ചരിത്രത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രവുമായിട്ട് അഭേദ്യമായ, ആധുനിക കേരളത്തിൻ്റെ ചരിത്രവുമായി അഭേദ്യമായ വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന നാടകത്തിൻ്റെ, പ്രത്യേകിച്ച് ജനകീയ നാടകത്തിൻ്റെയൊക്കെ ചരിത്രം. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയവും ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. കാര്യം നാടകത്തിലൂടെയാണ് ആളുകൾ അന്നൊക്കെ 1940 മുതൽ ഉള്ള ഒരു കാലഘട്ടത്തിൽ 2-3 പതിറ്റാണ്ടുകൾ ജനങ്ങൾ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞത്. പത്രം വായിക്കാൻ, കൂട്ടി വായിക്കാൻ അറിയാത്ത, അഭ്യസ്തവിദ്യരല്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ പോലും നാട്ടിലെവിടെയെങ്കിലും നാടകം നടക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ ചെന്ന് മുമ്പിൽ തന്നെ ഇരുന്ന് അത് കണ്ട് അതിലൂടെ ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ ആ രോഷം കൊണ്ട് അല്ലെങ്കിൽ അതിൽ ആഹ്ലാദിച്ച് അതിൽ വിസ്മയം കൊണ്ട് അങ്ങനെ അതിനോട് പ്രതികരിച്ച് അവരുടെ രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവും രൂപപ്പെടുത്തിയ ഒരു നാടാണ് നമ്മുടേത്. എത്രയധികം സ്വാധീനം കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്കിടയിൽ നാടകത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചടങ്ങിൽ KM ജയദേവൻ അധ്യക്ഷനായിരുന്നു. മാധ്യമപ്രവർത്തകൻ EP കാർത്തികേയൻ, KK ജോബി, KS ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
തുടർന്ന് ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി രചനയും സംവിധാനവും നിർവഹിച്ച് നാടകപ്പുര ചെർപ്പ് അവതരിപ്പിച്ച ദസ്തവേസ്കിയുടെ ജീവിതമാസ്പദമാക്കിയുള്ള പ്ലാമിയ ലുബ്യൂയ് എന്ന നാടകവും അവതരിപ്പിച്ചു. ചെറുകാടിന്റെ കഥയെ ആസ്പദമാക്കി എം പാർത്ഥസാരഥി കൊളത്തൂർ രചനയും സംവിധാനവും അവതരണവും നിർവഹിച്ച ഊണിന് നാലെണ്ണം മാത്രം, PM താജിന്റെ മേരി ലോറസ് നാടകത്രയത്തിന്റെ പുനരാഖ്യാനമായ സുരേഷ് നന്മയും ലതാ പാലക്കാടും സ്വതന്ത്ര രചനയും സംവിധാനവും നിർവഹിച്ച് അഭിനയിച്ച ശ്രീ പാലക്കാട് അവതരിപ്പിച്ച ഒറ്റവരിയിൽ ഇത്രമാത്രം, ഇ സന്തോഷ് കുമാർ രചിച്ച് അഗ്നിവേശ് സംവിധാനം ചെയ്ത് ബ്ലാക്ക് കർട്ടൻ കൊളത്തൂർ, മലപ്പുറം അവതരിപ്പിച്ച പണയം എന്നീ നാടകങ്ങളും അരങ്ങേറി. ഡിസംബർ 30 വരെ നീളുന്ന നാടകോത്സവത്തിൽ 10 നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. നിഗംബോധ്ഘട്ട് ശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഭൂട്ടാൻ രാജാവ്, വിദേശരാജ്യ പ്രതിനിധികൾ, സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെയും സിഖ് മതാചാര പ്രകാരമുള്ള ചടങ്ങുകളുടെയുമായിരുന്നു സംസ്കാരം നടന്നത്. ചൊവ്വൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി നേത്രപടല ദാതാക്കൾക്ക് ആദരവ് ഒരുക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 3-ന് ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് UP സ്കൂളിലാണ് ആദരവ് ഒരുക്കുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് ഏകാദശി വിളക്കിന്റെ 6ാം ദിനമായ തിങ്കളാഴ്ച രാത്രി 8-ന് വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കും. പഞ്ചവാദ്യത്തിന് ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരി മദ്ദളം പ്രമാണിക്കുന്നു. കാലത്ത് 7 മണിക്കുള്ള ഉഷ ശീവേലിയുടെ പഞ്ചാരിമേളം ചെറുശ്ശേരി ആനന്ദ് മാരാരുടെ പ്രമാണത്തിൽ നടക്കും. ജനുവരി 10-ന് വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധമായ തിരുവമ്പാടി വൈകുണ്ഠ ഏകാദശി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,135 രൂപ, പവന് 57,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ബാലസംഘം സ്ഥാപക ദിനം ആചരിച്ചു. മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്രയും കാർണിവലുകളും സംഘടിപ്പിച്ചു. പാർലം മേഖലാ കമ്മിറ്റിയുടെ സ്ഥാപക ദിനാചരണം മേഖലാ കമ്മിറ്റി അംഗം ആഭ വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തേരിയിൽ കൗമാരക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപം ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകർ വലയുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.